ഞാനിപ്പോൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, ചായപ്പൊടി, മൈദ, ഹെന്ന പൗഡർ, പിന്നെ കോഫി പൗഡർ. ഇത്രയും ഐറ്റംസിൽ ഞാൻ നെയിൽ ലിക്വിഡ് മിക്സ് ചെയ്തിട്ട് സ്റ്റെയിൻ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നെയിൽ ലിക്വിഡ് വാങ്ങിക്കുമ്പോൾ കുറേ പേർക്കുള്ള ഡൗട്ടാണ് മൈദ തന്നെ യൂസ് ചെയ്യണോ വേറെ ഏതെങ്കിലും പൗഡേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അരിപ്പൊടി പറ്റുമോ ഗോതമ്പ് പൊടി പറ്റുമോ എന്നൊക്കെ ചോദിക്കലുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അരിപ്പൊടി ഇല്ല, ബാക്കിയുള്ള പൗഡേഴ്സൊക്കെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ഇടുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഏകദേശം മൈദ വെച്ചിട്ട് മിക്സ് ആക്കുന്ന അതേപോലെ തന്നെയാണ് ഉണ്ടായത്. പിന്നെ ചായപ്പൊടി വെച്ചിട്ട് മിക്സ് ആക്കിയതാണ്, പക്ഷെ അതെനിക്ക് സ്റ്റിക്കിൽ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നഖത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇതിങ്ങനെ ചെയ്യുമ്പോഴേ അറിയായിരുന്നു അത് അധിക സമയം കയ്യിൽ നിൽക്കില്ല എന്നുള്ളത്. അത് ഞാൻ മാക്സിമം ടൈം കയ്യിൽ വെക്കാൻ നോക്കിയിട്ടുണ്ട്. അടുത്തത് പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മൈദ വെച്ചിട്ടുള്ളതാണ്. പിന്നെ കുറേ ആയിട്ട് എനിക്ക് പേഴ്സണലി ടെസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ളൊരു സംഭവമായിരുന്നു ഹെന്ന പൗഡർ വെച്ചിട്ടുള്ളത്. ഹെന്ന പൗഡറിന് ഓൾറെഡി കളർ ഉണ്ടല്ലോ, അതിലേക്ക് നെയിൽ ലിക്വിഡും കൂടി ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും കളർ വരികയെന്ന് എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് കോഫി പൗഡറിൽ മിക്സ് ചെയ്തതാണ്. ഇത് നോർമൽ പോലെ തന്നെ കയ്യിൽ അത്യാവശ്യം സ്റ്റിക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളെപ്പോഴും നെയിൽ കോണിനുള്ള ഇൻസ്ട്രക്ഷനായിട്ട് പറയൽ 2 ഓവർനൈറ്റ് നഖത്തിൽ വെക്കാനാണ്. ഇതും ഞാൻ അതേപോലെ തന്നെ 2 ഓവർനൈറ്റാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ രാവിലെ ആയപ്പോൾ തന്നെ ചായപ്പൊടി വെച്ചിട്ടുള്ള മിക്സൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ കയ്യിൽ തന്നെ സ്റ്റിക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീറ്റ് ഫ്ലോർ വെച്ചിട്ടുള്ളത് ഞാൻ റിമൂവ് ആക്കുമ്പോൾ പ്രസ്റ്റൈൻ ഒരു ഓറഞ്ച് കളറാണ്. പിന്നെ മൈദ വെച്ചിട്ടുള്ളതാണെങ്കിലും പ്രസ്റ്റൈൻ ഓറഞ്ചാണ് വന്നിട്ടുള്ളത്. ഓർഗാനിക് കോൺ പോലെ തന്നെ നെയിൽ കോണിനും ഫ്രസ്റ്റൈൻ എപ്പോഴും ഡാർക്ക് ഓറഞ്ച് സ്റ്റൈനാണ് ഉണ്ടാവില്ല. ഫ്രസ്റ്റൈനിൽ ഇതിൻ്റെ വ്യത്യാസങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാണില്ല. പക്ഷേ ഈവനിങ് ആയപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ കളർ വന്നിട്ടുള്ളത്. മൈദ വെച്ചിട്ടുള്ളതും വീറ്റ് വെച്ചിട്ടുള്ളതും അത്യാവശ്യം ഏകദേശം ഒരേ കളർ വന്നിട്ടുണ്ട്. ഹെന്ന പൗഡർ ആണെങ്കിൽ ഞാൻ വിചാരിച്ച അത്ര കളർ വന്നിട്ടില്ല കേട്ടോ. ചായപ്പൊടി ഇപ്പോഴും കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. കോഫി പൗഡറിനും വലിയ കളർ വന്നിട്ടില്ല. പിന്നെ ഞാൻ അടുത്ത ദിവസം അതേപോലെ തന്നെ ഒരു ഓവർനൈറ്റും കൂടിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നെക്സ്റ്റ് ഡേ റിമൂവ് ആക്കുന്ന സമയത്തും ചായപ്പൊടി ഓൾറെഡി കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ ഏകദേശം ഈ ഒരു കളറിലാണ് ഫ്രസ്റ്റൈൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 ഓവർനൈറ്റ് ഇട്ടതിൻ്റെ മെച്ചൂർഡ് സ്റ്റൈൻ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കളർ വന്നിട്ടുള്ളത് മൈദ വെച്ചിട്ടും ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇട്ടിട്ടുള്ളതാണ്. ഹെന്ന പൗഡർ വെച്ചിട്ടുള്ളതാണെങ്കിൽ അത്രയും കളർ ഞാൻ വിചാരിച്ച അത്രയും വന്നിട്ടില്ല. പിന്നെ കോഫി പൗഡറും ചായപ്പൊടിയും തീരെ കളർ വന്നിട്ടില്ല. അപ്പോൾ അതെന്താണെങ്കിലും യൂസ് ചെയ്യണ്ട. മൈദ അല്ലെങ്കിൽ വീറ്റ് ഫ്ലോറൊക്കെ യൂസ് ചെയ്യണമാണ് കുറച്ചുകൂടി നല്ലത്. ഹെന്ന പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല. മൈദ ആണെങ്കിൽ നഖത്തിൽ കുറച്ചുകൂടി നല്ലോണം സ്റ്റിക്കി ആയിട്ടാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കണം അതിൽ കുറച്ചുകൂടി കൂടുതൽ സ്റ്റെയിൻ വരാൻ കാരണം. ഇതുകൊണ്ട് തന്നെ ആയിരിക്കും എപ്പോഴും മൈദ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ.